അത് ഞാൻ പറഞ്ഞു, ഇന്നലെ ബാങ്കിങ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ചർച്ച ഇന്നലെ വളരെ സീരിയസ് ആയി നടന്നു. അതിൽ ഒന്ന് രണ്ട് പ്രോസസ്സ് എടുക്കേണ്ടതുണ്ട്. ഒന്ന്, KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഏതൊക്കെ വില്ലേജുകൾ, പഞ്ചായത്തുകൾ ഈ ഫ്ലഡ് എഫക്റ്റഡ് ആയി എന്ന് ആദ്യം പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ വിത്തിൻ ഡേയ്സ് ഉണ്ടാവും. ഞങ്ങൾ അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിത്തിൻ ഡേയ്സ് അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അത് ജില്ലാതലത്തിലുള്ള ദുരന്തമാണോ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ദുരന്തമാണോ ഏതാണോ പ്രഖ്യാപിക്കുന്നത് അതിനനുസരിച്ചതായിരിക്കുന്ന മെക്കാനിസം ഉണ്ടാകും. RBIയോടും അതുപോലെ നമ്മുടെ ബാങ്കിങ് കൺസോർഷ്യത്തോടും അതിന്റെ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് വേണ്ടത്. ഇത് നൽകി കഴിഞ്ഞാൽ പിന്നെ ലോണിന്റെ റീസ്ട്രക്ചറിങ്, രണ്ട് പിന്നെ ലോൺ മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ, ഇവർക്ക് തിരിച്ചടവിന് പ്രത്യേക കാലാവധി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്, പുനർനടീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കേരളത്തിലെ UDF സർക്കാർ 25 വിളകളുടെ നഷ്ടത്തിൽ 25% വർധനവ് ഏർപ്പെടുത്തി. വിളനാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള താരിഫ് 25% ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. അത് കർഷകരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒന്നാണ്. അതിന്റെ കൂടെ ഇവരെടുക്കുന്നതായിരിക്കുന്ന ലോണിൽ 9% ഇൻട്രസ്റ്റ് വരെ സർക്കാർ ഏറ്റെടുക്കുന്നതായിരിക്കുന്ന ഉജ്ജീവനി സ്കീം ഉൾപ്പെടെ അതിന്റെ ഭാഗമായി കടന്നു വരിക. അപ്പൊ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള സ്കീമിലേക്ക് പോകും. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞു. MLA ഉൾപ്പെടെ ഇത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒന്ന്, നദികളുടെ, ഇപ്പം പ്രധാനപ്പെട്ട 3 നദികളാണ് ഇവിടെയുള്ളത്. ഈ 3 നദികളും ബന്ധപ്പെട്ടതായിരിക്കുന്ന അതിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നതായ തോടുകളും ചെറിയതായിരിക്കുന്ന നീർച്ചാലുകളും ആറുകളും ഒക്കെ കൃത്യമായി പിന്നെ ആഴം കൂട്ടി വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ളതായ നടപടികൾ സ്വീകരിച്ചാൽ ഈ വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. തർക്കമില്ല. അപ്പം നേരത്തെ നമുക്ക് ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടായിരുന്നു. വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം കരകവിഞ്ഞങ്ങ് ഒഴുകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കുന്ന പ്ലെയിൻസ് ഉണ്ടായിരുന്നു. പാടശേഖരങ്ങളും അനുബന്ധ സംവിധാനം ഉണ്ടായിരുന്നു. നമുക്ക് ആ പാടശേഖരങ്ങൾ വ്യാപകമായി നമുക്ക് ആ ഫ്ലഡ് പ്ലെയിൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ളതായ മാർഗം ഇത് യഥാവിധിയുള്ള ആഴം സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. കാലാവസ്ഥ എൽനിനോ അടക്കമുള്ള പ്രതിഭാസം വളരെ സീരിയസ് ആണ്. 1.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ അറേബ്യൻ സീയിലെ ആഗോള താപനത്തിന്റെ വലിയ പ്രഭാവം നമ്മുടെ കാലാവസ്ഥയെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള അതിശീഘ്ര മഴ തുടങ്ങി പെട്ടെന്ന് മേഘസ്ഫോടനം, പുതിയ പ്രതിഭാസങ്ങളൊക്കെ വരികയാണ്. സാന്ദ്രത കൂടിയതായിരിക്കുന്ന വെള്ളത്തുള്ളികളാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ മണ്ണിനില്ലാതെ വരികയാണ്. അപ്പോൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ളതായ മെക്കാനിസം മുഴുവൻ സർക്കാർ ആലോചിക്കുകയാണ്. മുഴുവൻ സർക്കാർ. നേരത്തെ IIT മദ്രാസിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള പഠനം നേരത്തെ കുട്ടനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് വീണ്ടും എടുത്ത് പരിശോധിച്ച് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ്, അത് നടപടികളിലേക്ക് സർക്കാർ കടക്കും. പുതിയതായ പഠനം വേണോ എന്നുള്ളതും സർക്കാർ ആലോചിക്കും. അതിൽ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടയ്ക്കാത്തതിന്റെ ഒരു പ്രശ്നം അതിലുണ്ട്. ആ പ്രീമിയം അടയ്ക്കാൻ വൈകിയതിന്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ട്, പിന്നെ ഇൻഷുറൻസ് അടയ്ക്കാൻ കഴിയാതിരുന്ന കർഷകരുടെ വിളകൾ നഷ്ടപ്പെടുന്നുണ്ട്. രണ്ട്, രാവും പകലുമായി അത്യധ്വാനം ചെയ്ത് ബണ്ട് സംരക്ഷിച്ച ആളുകളുടെ അധ്വാനത്തിന്റെ ഒരു ഇൻസെന്റീവ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതിലെല്ലാം സർക്കാർ സീരിയസ് ആയിട്ട് അതെല്ലാം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർട്ടികോർപ്പിന് കേരളത്തിലെ പച്ചക്കറി കലക്ട് ചെയ്ത വകയിലുള്ള കൊടുക്കാനുള്ള തുക ഉൾപ്പെടെ പെൻഡിംഗ് ഉണ്ട്. 370 കോടി രൂപയിലധികമാണ് കർഷക കടാശ്വാസ കമ്മീഷൻ അവാർഡ് ചെയ്തതായിരിക്കുന്ന തുക കൊടുക്കാനുള്ളത്. പ്രമാണം കർഷകന്റെ ഷെയർ അവരടച്ചു, സർക്കാരിന്റെ വീതം കൊടുക്കാത്തതുകൊണ്ട്. മറ്റൊന്ന്, കർഷക ക്ഷേമനിധി ബോർഡ് ഒരു നയാ പൈസ സർക്കാരിന്റെ അംശാദായം അടച്ചിട്ടില്ല. ഒരു നയാ പൈസ സർക്കാരിന്റെ അംശാദായം അടച്ചിട്ടില്ല. ഗവൺമെന്റ് കൊണ്ടുവന്നതായിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്യുകയാണ്. അത് വലിയ ബാധ്യതയാണ്, തീർത്താൽ തീരാത്ത വലിയ ബാധ്യതയാണ്. ആ ബാധ്യതകളുടെ നടുവിലൂടെ ഞങ്ങളതൊക്കെ കൈകാര്യം ചെയ്യും, തർക്കം വേണ്ട. ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സ്കീമൊക്കെ തയ്യാറാക്കി വിടുന്നു.